പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നാൽ എന്താണ്? വാസ്തവത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടോ? നമ്മുടെ വിശ്വാസപരമായ പല കാര്യങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തവയും യുക്തിയിലൂടെ എത്തിച്ചേരാൻ സാധിക്കാത്തവയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും പൊതുജനങ്ങൾക്ക് സംശയമാകും. യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംശയങ്ങൾ കൂടുമ്പോൾ കത്തോലിക്ക സഭ ആ സംശയിക്കപ്പെടുന്ന വിശ്വാസകാര്യത്തെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കും. അങ്ങനെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിനാണ് ഡോഗ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഡോഗ്മാറ്റിക് തിയോളജി. അങ്ങനെ മാതാവിനെ പറ്റിയുള്ള പഠനത്തിൽ 4 കാര്യങ്ങൾ സഭ വിശ്വാസ സത്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യക ദൈവമാതാവാണ് എന്നുള്ളത്, നിത്യകന്യകയാണ് എന്നുള്ളത്, അമലോത്ഭവയാണ് എന്നുള്ളത്, സ്വർഗാരോപിതയാണ് എന്നുള്ളത്. ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിൽ മാതാവ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടുവെന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. എങ്കിലും ബൈബിളിലെ ഒരു ഭാഗത്ത് വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം ആദ്യ 2 വാക്യങ്ങളിൽ സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്ന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി എടുത്തു പറയുന്നില്ലെങ്കിലും ആ ഭാഗം പരിശുദ്ധ അമ്മയെപ്പറ്റിയും അവളുടെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈശോ മിശിഹായുമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന കാര്യം. ഇത്തരത്തിൽ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സത്യം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നുള്ളത്. അതിനുശേഷം മാർ അപ്രേം പോലെയുള്ള സഭാപിതാക്കന്മാരുടെ ഗീതങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെപ്പറ്റി പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാർ അപ്രേം പറയുന്നുണ്ട്, ഞാൻ വഹിച്ച കുഞ്ഞു തന്നെ എന്നെയും വഹിച്ചു, അവൻ്റെ ചിറകുകളിൽ കയറ്റി എന്നെ സംവഹിച്ചു, അവൻ്റെ ചിറകുകൾക്കിടയിൽ ഒളിപ്പിച്ച് എന്നെ വായുവിലൂടെ ആകാശത്തേക്ക് ഉയർത്തി. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെപ്പറ്റി തന്നെയാണ് മാർ അപ്രേം ഈ സ്തുതിഗീതം പാടിയിരിക്കുന്നത്. കുറെ കൂടെ വ്യക്തമായി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെപ്പറ്റി സംസാരിക്കുന്നത് ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥത്തിലാണ്. അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ അപ്പോക്രിഫൽ ഗ്രന്ഥം എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിവരണം ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ മരണത്തിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് മാലാഖമാർ അമ്മയുടെ മരണസമയം അടുത്തു എന്ന് അമ്മയെ അറിയിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ശിഷ്യന്മാരെ എല്ലാവരെയും ഒന്നുകൂടെ കാണണം എന്നൊരാഗ്രഹമുണ്ടായി. അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്തു. പരിശുദ്ധ അമ്മയുടെ പക്കൽ ഈശോയുടെ ശിഷ്യന്മാരെല്ലാം അണഞ്ഞു. അവർ പ്രാർത്ഥനാ നിരതരായിരിക്കെ പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മരണത്തിന് കീഴ്വഴങ്ങി. അമ്മയുടെ ദിവ്യ ശരീരം പൂജിതയോടെയും മഹത്വത്തോടെയും ശിഷ്യന്മാർ സംസ്കരിച്ചു. അപ്പോൾ മാലാഖമാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലം മുഴുവൻ പ്രകാശത്താൽ പൂരിതമാവുകയും ചെയ്തു. ആ പ്രകാശധോരണിയിൽ ശിഷ്യന്മാരുടെ കണ്ണുകൾ മഞ്ഞളിച്ചിരുന്ന സമയത്ത് മാലാഖമാർ മാതാവിൻ്റെ ശരീരം ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. എന്നാൽ ഈ സമയത്ത് വിശുദ്ധ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ തോമാസ് ലീഹ ഇതറിഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ എനിക്കും പരിശുദ്ധ അമ്മയെ കാണണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ മാലാഖമാർ അത്ഭുതകരമായി അദ്ദേഹത്തെ ഒലിവുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒലിവുമലയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ മാതാവ് പറുദീസായിലേക്ക് ആരോപിതയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തീക്ഷ്ണതയോടെ വിശുദ്ധ തോമാസ് ലീഹ പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വർഗത്തിലേക്ക് ആരോപിതയാവുന്ന കന്യക തോമാസ് ലീഹായ്ക്ക് തൻ്റെ സൂനാറ ഇട്ടുകൊടുത്തു. ഇതിനുശേഷം മറ്റു ശിഷ്യന്മാരുടെ അടുക്കലെത്തിയ വിശുദ്ധ തോമാസ് ലീഹ പരിശുദ്ധ കന്യകയുടെ കബറിടം തുറന്നു കാണണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ അവരെല്ലാവരും പോയി മാതാവിൻ്റെ കബറിടം തുറന്നു പരിശോധിക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ വിധത്തിൽ അവളുടെ ശരീരം ഉണ്ടായിരുന്നില്ല. ഇത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ തെളിവാണ് എന്ന് ആ അപ്പോക്രിഫൽ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 5-6 നൂറ്റാണ്ടുകളിലാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം സഭയിൽ ഇന്നുവരെ 3 സഭാ പാരമ്പര്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന അനുസ്മരിക്കപ്പെടുന്ന ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. 3 ആരാധനക്രമ പാരമ്പര്യങ്ങളിലും 3 പ്രത്യേകമായ പേരുകളിലാണ് ഈ തിരുനാൾ അറിയപ്പെടുന്നത്. ലത്തീൻ സഭയിൽ അഡ്സൂംസിയോ സ്വർഗാരോപണം എന്ന് ഈ തിരുനാൾ അറിയപ്പെടുന്നു. ഗ്രീക്ക് ബൈസന്റൈൻ സഭകളിൽ ഈ തിരുനാൾ അറിയപ്പെടുന്നത് കൊയ്മേസിസ് അഥവാ മാതാവിൻ്റെ നിദ്ര ഡൊർമേഷൻ എന്നാണ്.
എന്നാൽ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളിലാവട്ടെ ശൂനായ അഥവാ മാറ്റത്തിരുനാൾ, ഈ ഭൂമിയിൽ നിന്നും പറുദീസായിലേക്ക് പരിശുദ്ധ അമ്മ മാറ്റപ്പെടുന്ന തിരുനാൾ എന്നാണ് ഈ തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത്. 3 പേരുകളിൽ വിളിക്കപ്പെടുന്നുവെങ്കിലും ഇതിനു പിന്നിലെ ദൈവശാസ്ത്ര ചിന്തയും എല്ലാവരും അനുസ്മരിക്കുന്ന സത്യവും ഒരേ കാര്യം തന്നെയാണ്. ആ കാര്യം തന്നെയാണ് 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് പാപ്പ മുനിഫെച്ചെന്തേസിമൂസ് ദേവൂസ് എന്ന തിരുവെഴുത്തു വഴിയായി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചത്. പരിശുദ്ധിയായ ദൈവമാതാവ്, നിത്യകന്യകയായ മറിയം, അമലോത്ഭവയായ പരിശുദ്ധ കന്യക, ഇഹലോക ജീവിതത്തിന്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോപിതയായി. സംശയത്തിനിടയില്ലാതെ പരിശുദ്ധ സിംഹാസനം 12-ാം പിയൂസ് മാർപ്പാപ്പയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മാതാവ് സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ളത് നാം വിശ്വസിക്കേണ്ട ഒരു സത്യമാണ് എന്ന്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുത്താൻ സാധ്യതയുള്ള ഒരു തെറ്റാണ് സ്വർഗാരോഹണവും സ്വർഗാരോപണവും. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ഈശോയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്വർഗാരോഹണം എന്നാണ്. സ്വർഗത്തിലേക്ക് ഈശോ ആരോഹണം ചെയ്തു. സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ശക്തി കൊണ്ട് ഈശോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ മാതാവിനെ പറ്റി സംസാരിക്കുമ്പോൾ നാം പറയുന്നത് മാതാവ് സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നാണ്. മാതാവ് സ്വയം ആരോഹിതയാവുകയല്ല, അവളുടെ തിരുക്കുമാരൻ അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ്. അവൾ ആരോപിതയാവുകയാണ്, കരേറ്റപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന ദിവസവും പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്ന ഓരോ സമയവും നമ്മെ സംബന്ധിച്ച് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈ അമ്മയോട് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരമാണ്. നാം മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ഉപയോഗിച്ച് ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസ സത്യം നാം അനുസ്മരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഈ വിശ്വാസ സത്യം നാം അനുസ്മരിക്കുന്നുണ്ട്. അമലോത്ഭവയായ, നിത്യകന്യകയായ, ദൈവമാതാവായ, സ്വർഗാരൂപിതയായ പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയാകുവാൻ, ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനം വിജയകരമായി പൂർത്തിയാക്കുവാൻ, ഇഹലോക ജീവിതത്തിന്റെ അവസാനം തൻ്റെ തിരുക്കുമാരനാൽ നമ്മളും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ചേർന്ന വിധം ജീവിക്കുവാൻ പരിശ്രമിക്കാം.